മിസ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഗുഡ് ഈവനിങ് ടു ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു വെബിനാറിന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ദീപക് സാറിന് ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UGC നെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യണം, എന്തിന് ക്രാക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്രീ വെബിനാറാണ് ഇവിടെ നമ്മളിപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അതിൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 രണ്ടായിട്ടാണ് നമ്മുടെ UGC നെറ്റിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അതിൽ പേപ്പർ 1നെ കുറിച്ച് ആധികാരികമായി നിങ്ങളുടെ സംശയങ്ങളും അതിൽ ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുമുള്ള ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാറാണിത്. അപ്പം അതിനു വേണ്ടിയിട്ട് ദീപക് സാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനായിട്ട് ഇതിനെ മാറ്റുക. കാരണം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിച്ചാൽ മാത്രമേ സാറിന് അത്രത്തോളം അത് ഡീപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ എന്തൊക്കെ കൺസേൺസ് ഉണ്ടോ അതെല്ലാം ഇവിടെ തുറന്ന് സംസാരിക്കുന്ന ഒരു വേദിയായിട്ട് ഇതിനെ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Hi everyone. So നമ്മൾ ആക്ച്വലി UGC നെറ്റ് എക്സാമിനേഷനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ UGC നെറ്റ് എക്സാം എന്താണെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷന്റെ എൻഡ് ആകുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പേപ്പർ 1നെ പറ്റിയുള്ള സിലബസിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നേടിയെടുക്കുക. അതോടൊപ്പം എങ്ങനെ ആയിരിക്കണം പേപ്പർ 1 പ്രിപ്പറേഷൻ നടത്തേണ്ടത്, എന്തായിരിക്കും നമ്മളുടെ ഒരു ഇഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾ പകർന്നു തരിക. അതോടൊപ്പം തന്നെ മിക്ക ആസ്പിരൻസും ഫേസ് ചെയ്യുന്ന പ്രധാന ചില പ്രോബ്ലംസ് ഉണ്ട്. ദർ ആർ സം എറേഴ്സ് വെൻ ഇറ്റ് കംസ് ടു പ്രിപ്പറേഷൻസ്. ആ ഒരു മിസ്റ്റേക്സ് ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം എന്താണ് വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് എ ടൈം ബൗണ്ട് സ്റ്റഡി, എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്, ഓരോ സബ്ജക്റ്റുകളും ഏത് രീതിയിൽ അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ഏരിയാസും നമ്മൾ ഏതൊക്കെ ടൈം ബേസ് ചെയ്ത് എങ്ങനെയായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയാണ് നമ്മളൊരു ടൈം ബൗണ്ട് സ്റ്റഡിയുടെ റെലവൻസിനെ പറ്റിയും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം ഡേയിൽ വി മേ ഹാവ് ടു പ്ലാൻ ദി ടൈം, റൈറ്റ്? എക്സാം ഡേ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, അതിനെപ്പറ്റി നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഈ ഒരു സെഷന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട്, അതായത് കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആയാലും അതിന്റെ ജനറൽ പേപ്പറിൽ പേപ്പർ 1ന്റെ പ്രിപ്പറേഷൻ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നടത്താം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പേപ്പർ 1ൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ എയിം ചെയ്യുന്നത്. ഓക്കെ, സോ UGC നെറ്റ് എക്സാമിനേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഏതെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വിൽ ബി എക്സ്പ്ലെയിനിങ് എവരിത്തിങ് കേട്ടോ. ഈ ഒരു സെഷൻ കൊണ്ട് ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഓരോ പാർട്ടിസിപ്പൻസും ആണ്. അതിനനുസരിച്ച് ഈ സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എക്സാമിനേഷനെ പറ്റി ഒരു ഓവർവ്യൂ പറയുവാണെങ്കിൽ 2 അല്ല 3 ഒരു 3-fold എക്സാം എന്ന് പറയാം. ബിക്കോസ് പ്രീവിയസ്ലി 2 ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ് UGC നെറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന വഴി കിട്ടിയിരുന്നത്. ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യത, അതുകൂടാതെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ഒരു സ്റ്റൈഫൻഡോട് കൂടി, ഒരു നല്ല സ്റ്റൈഫൻഡോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അതാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് വഴി കിട്ടുന്നത്. അത് കൂടാതെ 2024 പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു എക്സാമിനേഷൻ തന്നെയായിരിക്കും ഇനി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലെ ക്വാളിഫൈങ് PhD എൻട്രൻസിനുള്ള ക്വാളിഫൈങ് എക്സാമിനേഷൻ ആയിട്ട് കരുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ലെവൽ, ഒരു 3-fold ആയിട്ടുള്ള എക്സാം എന്ന് പറയാം. ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യത, നെറ്റ് എന്ന് പറയും നമ്മൾ. ദെൻ രണ്ടാമതായിട്ട് റിസർച്ച് ചെയ്യാൻ ഒരു സ്റ്റൈഫൻഡോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള JRF ക്വാളിഫിക്കേഷൻ. അത് കൂടാതെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ റിസർച്ചിന് എൻ്റർ ചെയ്യാനുള്ള എൻട്രൻസ് ആയിട്ടും ഈ ഒരു എക്സാമിനേഷന്റെ മാർക്സ് ആയിരിക്കും പരിഗണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് കൂടി ഈ വർഷം മുതൽ ഉണ്ടായിരിക്കുന്നതാണ് UGC പറയുന്നത്. ഓക്കെ, സോ NDA ആണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം. UGCക്ക് വേണ്ടി NDA ആണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 ക്വാളിഫിക്കേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ വാട്ട് ഈസ് ആക്ച്വലി നെറ്റ് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യതയാണ് നെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എൻ്റർ ചെയ്യാനുള്ള ബേസിക് യോഗ്യതയായിട്ട് നെറ്റ് കൺസിഡർ ചെയ്യുന്നു.
രണ്ടാമതായിട്ട് JRF ആണ്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. സോ ഇനീഷ്യലി നമുക്ക് റിസർച്ചിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് JRF. 30 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ റിസർച്ചിലേക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് JRF-നെ പറയാം. നല്ലൊരു സ്റ്റൈഫൻഡോട് കൂടി നമുക്ക് റിസർച്ച് ചെയ്യാം. മന്ത്ലി 37,000 to 42,000 വരെയാണ് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നത്. അത്രയും നല്ല ഒരു സ്റ്റൈഫൻഡോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, PhD ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് JRF ക്വാളിഫൈ ചെയ്യുന്നവർ കിട്ടുന്നത്. അതുകൂടാതെ PhD-യുടെ എലിജിബിലിറ്റി ആയിട്ട്, മൂന്നാമത്തെ ലെവലിൽ PhD-യുടെ എലിജിബിലിറ്റി ആയിട്ട് ഇത് കണക്കാക്കുന്നു. സോ നെറ്റ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുകൾക്കാണ് JRF യോഗ്യത കിട്ടുന്നത്. അതിന് തൊട്ട് താഴെ 6% ആളുകൾക്ക്, എക്സാം എഴുതുന്നതിന്റെ 6% ആളുകൾക്കാണ് നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യത കിട്ടുന്നത്. അതുകൂടാതെ ഇനി അതിലും താഴെ ഒരു കട്ട് ഓഫ് ആയിരിക്കും PhD എൻട്രൻസ് എന്നുള്ള രീതിയിൽ അടുത്തായിട്ട്, അത് ഈ വർഷം മുതലാണ് വരുന്നത്. ആ ഒരു കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. PhD എൻട്രൻസിനുള്ള കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ പുതിയൊരു കട്ട് ഓഫ് കൂടി വരും. ഓക്കെ, സോ ഇതാണ് എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ. ഇനി ഇതിന്റെ എക്സാം എഴുതാൻ യോഗ്യതയുള്ള ആർക്കാണ്? എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് ബേസിക് യോഗ്യത എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ 55% മാർക്സ് ക്വാളിഫൈ ഉള്ള ആളുകൾക്ക് ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. രണ്ടാമതായിട്ട് ഇപ്പോൾ OBC, SC, ST, PWD, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള റിസർവ്ഡ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ അവിടെ 50% മാർക്സ് ആണ് യോഗ്യതയായിട്ട് വരുന്നത്. ഇതോടൊപ്പം തന്നെ ഓർക്കുക, ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും, ഇപ്പോൾ PG നിങ്ങൾ സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അവിടെയും ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഇയർ തന്നെ ആകണമെന്നില്ല, ഫസ്റ്റ് ഇയർ എൻഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. കണ്ടീഷൻ പറയുന്നത് ഇത്ര മാത്രമാണ്, നെറ്റ് ക്വാളിഫൈ ചെയ്ത് 2 ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മുടെ PG കംപ്ലീറ്റ് ആയിരിക്കണം. PGയുടെ സർട്ടിഫിക്കറ്റ്, നെറ്റ് ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്കുള്ളത്, അതിന്റെ 2 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ PGയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് ഇയർ എൻഡിൽ തന്നെ നമുക്ക് ഈ എക്സാം എഴുതാമെന്നാണ് അതിന്റെ മീനിങ്. ദെൻ ഏജ് ലിമിറ്റിലേക്ക് വരുമ്പോൾ JRF-ന്റെ യോഗ്യത, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ് ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് പറയാവുന്നത്. അതിന്റെ യോഗ്യതയായിട്ട് പറയാവുന്നത് 30 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല. അതേപോലെ PhD എൻട്രൻസ് ആയാലും അങ്ങനെ ഒരു ഏജ് ലിമിറ്റിനെ പറ്റി നമുക്ക് പറയാനില്ല. ഓക്കെ, സോ ഈ പറയുന്ന 30 ഇയേഴ്സ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടാണ്. മറ്റ് റിസർവ്ഡ് കാറ്റഗറീസിന് എല്ലാം തന്നെ റിലാക്സേഷൻ ഉണ്ട്. 3 years to 5 year റിലാക്സേഷൻ അവൈലബിൾ ആണ്. ദെൻ സോ എക്സാമിനേഷനെ പറ്റി പറഞ്ഞു. എക്സാം പാറ്റേണിനെ, എക്സാം എന്താണെന്നും എക്സാമിന്റെ കട്ട് ഓഫിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എക്സാം പാറ്റേണിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. സോ കഴിഞ്ഞ തവണ ഒരു എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുകയുണ്ട്. അന്ന് അത് കണ്ടക്ട് ചെയ്തിരുന്നത് റിട്ടൺ മോഡിലായിരുന്നു. അപ്പോൾ അതിനുശേഷം അന്ന് നടന്ന ചില പ്രശ്നങ്ങൾ കാരണമായ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുകയും രണ്ടാമത് ഓൺലൈൻ ബേസിലുള്ള എക്സാമിനേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. സോ നമ്മൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. പക്ഷെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് NTA സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ബിക്കോസ് ഒരു ദിവസം കൊണ്ട് കഴിയേണ്ട എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സോളം അതിനുവേണ്ടി NTA സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ടാണ് റിട്ടൺ ടൈപ്പിലേക്ക് OMR ഷീറ്റിലേക്കുള്ള എക്സാമിനേഷൻ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ തവണ ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് അന്നൊരു ഫെയിലിയറായി മാറുകയും അത് കാരണം വീണ്ടും ഈ ഓൺലൈൻ CBT ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്ത എക്സാമിനേഷൻ പറ്റി, ഡിസംബർ എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ 2 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഒരു ജനറൽ പേപ്പറും ദെൻ പേപ്പർ 2 അത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആസ്പിരൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ആ പേപ്പറുമാണ് വരുന്നത്. സോ ജനറൽ പേപ്പർ നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ ഏരിയ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. സോ ജനറൽ പേപ്പറിന്റെ ടൈറ്റിൽ ആക്ച്വലി പറയുന്നത് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. ജനറൽ പേപ്പറിന്റെ കോമൺ ടൈറ്റിൽ ആയിട്ട് പറയുന്നത് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. എന്നാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും മാത്രമല്ല, നമുക്കിവിടെ 10 യൂണിറ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ജനറൽ പേപ്പറിന്റെ സിലബസിൽ 10 യൂണിറ്റുകളുണ്ട്. ഈ 10 യൂണിറ്റുകളിൽ നിന്നും ഓൺ ആൻ ആവറേജ് 5 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് വരിക. 5 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് എന്നുള്ള രീതിയിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസും 100 മാർക്സുമാണ് നമ്മൾ ഈ ഒരു ജനറൽ പേപ്പർ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് തരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ടോട്ടൽ 100 മാർക്സ്. ദെൻ പേപ്പർ 2ലേക്ക് വരുമ്പോൾ, സബ്ജക്ട് പേപ്പറിലേക്ക് വരുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്സുമാണ് വരുന്നത്. ഓൾ ടുഗദർ ഈ 2 എക്സാമിനേഷനും ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ 2
ടാബുകളിലായി പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. നമുക്കിത് ഓൾട്ടർനേറ്റീവിൽ വേണമെങ്കിലും ആൻസർ ചെയ്യാം. ഒരുമിച്ച് വേണമെങ്കിൽ മിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരെണ്ണം കഴിഞ്ഞ് മറ്റൊന്നോ എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം. സോ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആണ്. ഓക്കെ, സോ ഇതൊരു 3 hour എക്സാമിനേഷനാണ്. ടോട്ടൽ 300 മാർക്സിനാണ് എക്സാം വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ 150 ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ഈച്ച്. സോ ടോട്ടൽ 300 മാർക്സിനാണ് എക്സാം വരുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ആക്ച്വലി ഇത് പേപ്പർ 1നെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചില ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എനിവേ ഓർക്കുക, പേപ്പർ 1ന്റെ അതായത് ജനറൽ പേപ്പറിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് കോമൺ ആണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള ഏത് സബ്ജക്ട് ആസ്പിരന്റ് ആയാലും കോമൺ ആയിട്ടുള്ള ജനറൽ പേപ്പറിനെ പറ്റിയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂറേഷൻ വരുന്നത് 3 hours ആണ്. അതിനകത്ത് ബ്രേക്കുകൾ വരുന്നില്ല. പ്രീവിയസ്ലി മുമ്പ് 2018 വരെയുള്ള എക്സാമിനേഷൻ 2 ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നീട് അത് ഒരുമിച്ചാക്കി 3 മണിക്കൂർ ഡ്യൂറേഷനിലുള്ള എക്സാമിനേഷൻ ആക്കി മാറ്റിയതാണ്. അവിടെയും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് പേപ്പർ 1ൽ ടോട്ടൽ നമ്മൾ പറഞ്ഞു ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വരുന്നുണ്ട്, റീഡിംഗ് കോമ്പ്രിഹെൻഷൻ, അങ്ങനെയുള്ള വലിയ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് എക്സാമിനേഷൻ പാറ്റേൺ. ദെൻ എക്സാമിനേഷൻ പാറ്റേൺ കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ എക്സാമിനേഷൻ 2 തവണയാണ് ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ജൂണിലും ദെൻ നോർമലി ഡിസംബറിലുമാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഈ വരുന്ന എക്സാമിനേഷൻ ഡിസംബർ എക്സാമിനേഷൻ ആണ്. നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ നവംബർ മന്തിലായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. ദെൻ അതിനുശേഷം പിന്നീട് വരുന്ന എക്സാമിനേഷൻ ജൂൺ എക്സാമിനേഷൻ ആണ്. 2025 ജൂണിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. സോ നമ്മളുടെ സ്ട്രാറ്റജിയും ആ ഒരു ബേസിലായിരിക്കണം. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 3 month ഡ്യൂറേഷനിലാണ്, 3 മാസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ള പർപ്പസോട് കൂടിയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം ഓരോ ദിവസവും മാറ്റിവെക്കേണ്ടത്. അതേസമയം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് 6 month സ്ട്രാറ്റജി ആണെങ്കിൽ അവിടെയും റെഗുലർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. നോട്ട് അബൌട്ട് എപ്പോഴെങ്കിലും പിന്നെ സമയം ഒരുപാടുണ്ട് എന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയല്ല. ഇവിടെ ഇറ്റ് ഈസ് നമ്മളിപ്പോ ഇൻ കേസ് പ്രിപ്പയർ ചെയ്യുന്നത് 3 month സ്ട്രാറ്റജിയിലാണെങ്കിൽ ദിവസവും നമ്മളൊരു 2 to 3 hours അതിനുവേണ്ടി മാറ്റിവെക്കുക. വെൻ കംസ് ടു 6 months അവിടെ നമുക്ക് കൂടുതൽ ടൈം അവൈലബിൾ ആണെങ്കിലും റെഗുലർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ മിനിമം ഒരു 1 hour പെർ ഡേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി ആയിട്ട് പറയാം. സോ യു നീഡ് ടു റിമെമ്പർ 2 എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ ജൂൺ എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ 2 സൈക്കിളുകളായിട്ടാണ് എക്സാമിനേഷൻ തരുന്നത്. റെഗുലർ ആയിട്ട് എൻജിയുടെ വെബ്സൈറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദെൻ ഇനി നമ്മൾ ഓർക്കേണ്ടത് കട്ട് ഓഫ് ക്രൈറ്റീരിയ. സോ കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ മിനിമം മാർക്സ് പറയുന്നുണ്ട്. മിനിമം മാർക്സ് 40% മാർക്ക് ജനറൽ കാറ്റഗറിക്കും പിന്നെ 35% മാർക്ക് റിസർവ് കാറ്റഗറിക്കും ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് മിനിമം ക്വാളിഫൈ മാർക്ക് എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അതൊരിക്കലും ഒരു 40% ക്വാളിഫൈ ചെയ്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല, ക്ലിയർ ചെയ്തു എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിനിമം മാർക്ക് പറയുന്നു എന്ന് മാത്രം. എന്നാലും ക്വാളിഫൈങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കട്ട് ഓഫ് ആണ്. അതായത് നെറ്റിന് യോഗ്യത കിട്ടുന്നത് ഇന്ത്യയിൽ നെറ്റ് എക്സാം എഴുതുന്നതിന്റെ ടോപ്പിൽ വരുന്ന 6% ആളുകൾക്കായിരിക്കും. ഓക്കെ, ഇതൊരു UGC ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. 6% ആളുകളാണ് പാസ്സാവുന്നത്. 100 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 6 പേര് പാസ്സാവും. ഇതാണ് ആ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഈ കട്ട് ഓഫ് ക്രൈറ്റീരിയ ഓരോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിലെ കട്ട് ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജനറൽ കാറ്റഗറി, അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയാണ്. കട്ട് ഓഫ് മാർക്സ് വന്നിരിക്കുന്നത് 160 ആണ്. ഓക്കെ, ദെൻ JRFനുള്ള കട്ട് ഓഫ് മാർക്സ് ആണെങ്കിൽ അത് 184 ആയിരുന്നു. അതായത് ഇറ്റ് വാസ് അബൌട്ട് ഒരു 50 to 55% നോർമൽ കട്ട് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് വന്നിട്ടുള്ളത്. അതേപോലെ JRF ആണെങ്കിൽ 60 to 65% നോർമൽ കട്ട് ഓഫ് JRFന് വന്നിട്ടുള്ളത്. സോ ഒരു വലിയ ഒരു ഹൈ മാർക്സ് ഒന്നും ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ ദിസ് 60+ അല്ലെങ്കിൽ ഒരു 55+ എന്നുള്ള ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷൻ ആണ് UGC നെറ്റ് ആൻഡ് JRF. ഓക്കെ, ആ രീതിയിൽ വേണം എപ്പോഴും നമ്മളുടെ പ്ലാൻ മുന്നോട്ട് വയ്ക്കേണ്ടത്. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് ഈ ഒരു കട്ട് ഓഫ്. വെൻ കംസ് ടു അതർ കാറ്റഗറീസ്, റിസർവ് കാറ്റഗറീസ് ഒക്കെ ആകുമ്പോൾ അതിന് കട്ട് ഓഫ് വീണ്ടും താഴ്ന്നതായിട്ട് കാണാൻ സാധിക്കും. 144 ഒക്കെയാണ് OBCയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത് 50% താഴെയാണ് ആ മാർക്സ് കട്ട് ഓഫ് വരുന്നത്. സോ ഇത്തരത്തില് നമ്മളുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കണം. ആ ടാർഗറ്റ് അനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടി. ഓക്കെ,
ദെൻ അടുത്തതായിട്ട് ഓർക്കേണ്ടത് ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന കാരിയർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. സോ ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, JRF നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ഇത് സ്റ്റൈഫൻഡ് മാത്രമല്ല, സ്റ്റൈഫൻഡ് വച്ചുകൊണ്ട് PhD-യിലേക്കുള്ള ഡയറക്റ്റ് എൻട്രൻസ് ആണ് ഈ ഒരു എക്സാമിനേഷനിൽ JRF നേടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. സോ മന്ത്ലി സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇയേഴ്സിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോ എന്നുള്ള രീതിയിൽ 37,000 പെർ മന്ത് ആണ് നിലവിലെ സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് 3 years വരെ നമുക്ക് 42,000 പെർ മന്ത് ആണ് സീനിയർ റിസർച്ച് ഫെല്ലോ എന്നുള്ള രീതിയിൽ ഫെലോഷിപ്പ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇത്രയും ഫെലോഷിപ്പ് കിട്ടി പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതായത് PhD ഒരു ഡോക്ടർ ടൈറ്റിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാം, നമ്മുടെ പേരിന്റെ മുമ്പിൽ വരുത്താം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റൈഫൻഡ് തരുവാണ്. മന്ത്ലി ഇത്രയും സ്റ്റൈഫൻഡോടുകൂടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം. ദാറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തൊരു അവസരമാണത്. 30 വയസ്സിന് താഴെയാണ് നമ്മളുടെ ഏജ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും JRF-ന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ അടുത്തത് നെറ്റാണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യതയായിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ നെറ്റ് യോഗ്യതയുള്ളവർക്ക് മറ്റ് എൻട്രൻസുകൾ ഇല്ലാതെ തന്നെ PhD-ക്ക് എൻ്റർ ചെയ്യാനും സാധിക്കും. ഓക്കെ, നെറ്റ് യോഗ്യതയുള്ളവർക്ക് അതിന് ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്, വിത്തിൻ 2 years ആയിരിക്കണം PhD-യിൽ നമ്മൾ എൻ്റർ ചെയ്യണം എന്നുകൊണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ PhD എൻട്രൻസിന് വേണ്ടി ഒരു ലോവർ മാർക്സും വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ ഹയർ സ്റ്റഡീസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഇതൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷന്റെ ടാർഗറ്റ്സ് ആയിട്ട് പറയാവുന്നത്. ഓക്കെ, ദെൻ നൗ നമ്മൾ ഡയറക്ട്ലി ഇത്രയും നേരം നമ്മൾ ഈ എക്സാമിനേഷനെ പറ്റിയാണ് ബ്രീഫ് ചെയ്തത്. ഇനി നമുക്ക് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സിലബസ്. സിലബസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇപ്പോ എണസിന്റെ ക്ലാസ് റൂമുകളിൽ തന്നെ നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഓരോ ടൈറ്റിൽ ഇപ്പോ സബ്ജക്ട് ടൈറ്റിലായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് കേട്ടോ. അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യനും എല്ലാം പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബേസിക് ഐഡിയ തരിക എന്നുള്ളതാണ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഹയർ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഫൈനലി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെ ടോട്ടൽ 10 യൂണിറ്റ്സ് ആണ് നമ്മളുടെ പേപ്പർ 1 സിലബസിലുള്ളത്. ഈ 10 യൂണിറ്റുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് കാണാം. അതോടൊപ്പം ഓർക്കുക, ഈ 10 യൂണിറ്റുകളിലും 5 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതി UGC ചോദിക്കുക. 5 ക്വസ്റ്റ്യൻസ് വീതം ഓരോ ഏരിയയിൽ നിന്നും വരും. ഈ 5 ക്വസ്റ്റ്യൻസിന് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ടോട്ടൽ 10 മാർക്സ് ഈച്ച് ആയിട്ട് നമുക്ക് പറയാം. ടോട്ടൽ 100 ആണ്. ഇത് ഓൺ ആൻ ആവറേജ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് 5 ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് പറയാൻ സാധിക്കില്ല. ചില വർഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണാം, ചില ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്നാലും ഓൺ ആൻ ആവറേജ് അത് 5 ആണ്. ഓക്കെ, ചില വർഷങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ള ചില ഡീവിയേഷൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ നിങ്ങൾ ഓർക്കുക, 10 ടോപ്പിക്കുകൾക്കും 5 ക്വസ്റ്റ്യൻസ് വരെ വച്ചാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന 10 യൂണിറ്റുകളും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ഏരിയ ഒഴിവാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ പല ആസ്പിരൻസിനും ലോജിക്കൽ റീസണിങ് വളരെ ടഫ് ആണെന്ന് പറയുന്നത്. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ സിലബസ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ആ ഒരു സബ്ജക്റ്റ് ഉള്ളൂ. എന്താണ് ആർഗ്യുമെന്റ് എന്ന് മനസ്സിലാക്കുക, എന്താണ് ആർഗ്യുമെന്റിന്റെ സ്ട്രെച്ച്, എന്താണ് ഇന്ത്യൻ ലോജിക് കൺസെപ്റ്റ്, എന്താണ് ഫാലസി, എന്താണ് ഹേതുഭാഷ, ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകൾ നമ്മൾ ലെക്ചറിലൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റീഡിങ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ കോംപ്രിഹെൻഷൻ. നാഷണൽ ലെവൽ എക്സാമിനേഷൻസിന് എല്ലാം ഏതൊരു എക്സാമിനേഷൻ എടുത്ത് നോക്കിയാലും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നെറ്റ് എക്സാമിനേഷൻ ആണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നെറ്റ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പാസേജ് റീഡിങ് കോമ്പിനേഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ പാസേജിൽ ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഈ ഒരു ഇതുവരെ ഇപ്പൊ 2023 ഡിസംബറിൽ കഴിഞ്ഞ എക്സാമിനേഷൻ വരെയുള്ള പാറ്റേൺ വെച്ചിട്ട് എല്ലാ തവണയും ചോദിച്ചിരിക്കുന്ന ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
സോ നാഷണൽ ലെവൽ എക്സാമിനേഷനിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള റീഡിംഗ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് കാണുന്നത് നെറ്റ് എക്സാമിനേഷൻ ആണ്. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് 5 ഫുൾ റൈറ്റ് ആൻസേഴ്സ് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് റീഡിംഗ് കോമ്പിനേഷൻ. 10 മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് അവിടുന്ന് വരണം. അതേസമയം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാവുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്, കുറച്ച് കമ്പ്യൂട്ടേഷൻസ് നമ്മൾ അറിയണം, ചില ഈസി ആയിട്ടുള്ള നമ്പർ സീരീസ് ലോജിക്കൽ കൺസെപ്റ്റുകളൊക്കെ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. അതേസമയം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ലൈക്ക് സർക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്, ഈ റീസെന്റ് ടൈംസിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ദെൻ പിന്നീട് വരുന്നത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. നോർമലി നമ്മളോട് ചോദിക്കുന്നത് ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. ഒരു ടേബിളിൽ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ടാവും, നമ്പേഴ്സ് മീൻസ് ഡിഫറെന്റ് ഡേറ്റാസ് തരും. അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളായിരിക്കും താഴെ പ്രൊവൈഡ് ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻ കൂടി വരുന്ന ഒരു ഏരിയ ആണ്, ബിക്കോസ് നമ്മുടെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഈ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. ഓൾമോസ്റ്റ് പല ആസ്പിരൻസിനും 30 to 35 മിനിറ്റ്സ് ഡേറ്റ ഇന്റർപ്രിറ്റേഷന് വേണ്ടി തന്നെ മാറ്റിവെക്കേണ്ട വരുന്നുണ്ട്. ബിക്കോസ് ജനറൽ പേപ്പറിന് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ 1 hour മാത്രമാണ്. അതിൽ 30 to 35 മിനിറ്റ്സ് ഡേറ്റ ഇന്റർപ്രിറ്റേഷന് വേണ്ടി മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 സബ്ജക്റ്റുകൾക്ക് നമുക്ക് കിട്ടുന്നത് 25 to 30 മിനിറ്റ്സ് അഡീഷണൽ ടൈം എടുക്കാം. എന്നിരുന്നാൽ കൂടിയും അത്രയും മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ് ഈ ഒരു സബ്ജക്ട് ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ്സിനകത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാവുന്നത്. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ചിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. പബ്ലിക്കേഷൻ കൺസെപ്റ്റിനെ പറ്റിയൊക്കെ അറിയണം. ദെൻ കെയർ ലിസ്റ്റിനെ പറ്റി അറിയണം. തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മളവിടെ അറിയണം. റിസർച്ചിന്റെ പ്രോസസ്സിനെ പറ്റി അറിയണം. അതൊക്കെ നമ്മളോട് ആ ഏരിയയിൽ ചോദിക്കാറുണ്ട്. ദെൻ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, പൊല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ അറിയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റി അറിയുക. ഇതൊക്കെയാണ് ആ ഏരിയയിൽ. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഏതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ജനറൽ പേപ്പർ ടൈറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. ദെൻ ഇതിനകത്ത് എയിം ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതേപോലെ തന്നെ റിസർച്ച് സ്കില്ലും ഒക്കെ കൂടുതൽ എത്രമാത്രം ആസ്പിരൻസിനുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഓരോ ടോട്ടൽ 50 മാർക്സ് 2 മാർക്സ് ഈച്ച് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു എക്സാമിനേഷൻ ആണ് UGC നെറ്റ് എക്സാം. അതൊരു അട്രാക്ഷൻ ആണ് അല്ലെ. ദെൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന 3 ഇമ്പോർട്ടന്റ് ടോപ്പിക് പറയുകയാണെങ്കിൽ, ഒന്ന് ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഹയർ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുന്ന ഏരിയ ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയാണ്. ഓക്കെ, റീസെന്റ് ടൈംസിലെ ട്രെൻഡ് വെച്ചിട്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ എൻഡിയർ സിലബസ് ഡിസ്കഷൻ ചാനൽ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഏരിയയെ പറ്റി അറിയണമെങ്കിൽ സിലബസും റിലേറ്റഡ് MCQസും ഒക്കെ ഉള്ള വീഡിയോസ് അവിടെ അവൈലബിൾ ആണ്. ക്യാൻ ഗോ ത്രൂ ദാറ്റ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇഫക്റ്റീവ് ടീച്ചിങ് കൺസെപ്റ്റിനെ പറ്റി അറിയുക, ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഏരിയ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് അവയർനെസ് ഉണ്ടാവണം. ബിക്കോസ് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിസർച്ച് ഓറിയന്റഡ് ആണ് ഈ എക്സാമിനേഷൻ. JRF ആയാലും റിസർച്ച് എൻട്രൻസ് ആയാലും ഈവൻ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആയാലും റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു റിസർച്ചർ എന്നുള്ള നിലയിൽ നമ്മളുടെ അവയർനെസ് എത്രമാത്രമാണെന്നുള്ളത് ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ABDC ലിസ്റ്റിനെ പറ്റി നമ്മളോട് ചോദിക്കുന്നുണ്ട്, കെയർ ലിസ്റ്റിനെ പറ്റി നമ്മളോട് ചോദിക്കുന്നുണ്ട്, ദെൻ റിസർച്ചിന്റെ മെത്തേഡ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്, സ്റ്റൈൽസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയയിൽ നമ്മൾ റീസെന്റ് കാണുന്നുണ്ട്. സോ ബേസിക് റിസർച്ച് അവയർനെസ് മാത്രം പോരാ, ഇന്നത്തെ നിലയിൽ ഒരു റിസർച്ചർ എന്നുള്ള രീതിയിൽ യു നീഡ് ടു നോ വിച്ച് ആർ ദി ഡേറ്റാ ബേസസ്, ലൈക്ക് സ്കൂപ്പസ് പോലുള്ള ഡേറ്റാ ബേസസിനെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാകണം. വെബ് ഓഫ് സയൻസ് എന്താണ്, അങ്ങനെയുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അപ്ലൈഡ് റിസർച്ച് കൺസെപ്റ്റ് നമ്മളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ റിസർച്ച് മെത്തേഡ്, ദെൻ ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്, സാമ്പിളിംഗ്, ഡേറ്റ കളക്ഷൻ, അനാലിസിസ്, ഇവയൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ദെൻ മൂന്നാമത്തെ ഏരിയ റീഡിംഗ് കോമ്പിനേഷൻ ആണ്. റീഡിംഗ് കോമ്പിനേഷനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു പാസേജ് വന്നിട്ടുണ്ടാവും. നോർമലി നമ്മളോട് ചോദിക്കുന്നത് 2 പാരഗ്രാഫുകളുള്ള ഒരു പാസേജ് ആണ്. ഈ 2 പാരഗ്രാഫുകളിൽ നിന്നും ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുവരെയുള്ള ട്രെൻഡുകൾ വഴി നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനേഷൻസിലും ഇപ്പൊ ജനറൽ പേപ്പർ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള എക്സാമിനേഷൻ ജനറൽ പേപ്പർ ഉണ്ട്. അപ്പൊ എല്ലാത്തിലും കാണുന്നത് ഈസി ആയിട്ടുള്ള റീഡിംഗ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കോംപ്ലിക്കേഷൻ വളരെ കുറഞ്ഞൊരു ഏരിയ എന്ന് പറയാം. ഈവൻ ദോ
റീഡിംഗ് കോമ്പിനേഷൻ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് അവയർനെസ് ഇസ് എ മസ്റ്റ്. ഒറ്റ വായനയിൽ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള എബിലിറ്റി വേണം. ആൻഡ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സാമിനേഷൻ വരെ വരുന്ന എല്ലാ വീക്കുകളിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ റീഡിംഗ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് ചെയ്തു നോക്കുന്നത്. വീക്കിലി 1 മതി. എല്ലാ വീക്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ റീഡിംഗ് കോമ്പിനേഷൻ ഏരിയയിൽ നിന്ന് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ റീഡിംഗ് കോമ്പിനേഷൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് 10 റൈറ്റ് ആൻസേഴ്സ് 10 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് മാറ്റാം. ഓക്കെ, അതൊരു ആക്ഷൻ പ്ലാന്റെ ഭാഗമാക്കി വെച്ചേക്കുക. റീഡിംഗ് കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും വീക്ക്ലി വൺസ് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ വേണം, വേറെ ഒന്നും തന്നെ വേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അടുത്ത ഏരിയ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോ റീസെന്റ് ടൈംസിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് നമുക്ക് അറിയാം കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും ബാരിയേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ആ ബാരിയേഴ്സിൽ തന്നെ കൂടുതൽ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിച്ചു കാണുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള പല ബാരിയേഴ്സിനെ പറ്റി നമ്മൾ ചോദിക്കും. ഈ ബാരിയേഴ്സിന്റെ ഒരു ക്രോണോളജി ഐഡന്റിഫൈ ചെയ്യാൻ ലാസ്റ്റ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്ന, ഇപ്പൊ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്ന ബാരിയേഴ്സിനെ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാൻ. സോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഏരിയയിൽ ആൻസർ ചെയ്യാൻ സാധിക്കൂ. സോ നമ്മൾക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നേരിടേണ്ട ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. കൃത്യമായിട്ട് പഠിക്കുക. ഓരോ ടോപ്പിക്കുകളും ഡീപ്പായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഏരിയ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുക. ഇതിൽ തന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 ടോപ്പിക്കുകൾ പറയുകയാണെങ്കിൽ ഇവ തന്നെയാണ്. ഓക്കെ, അടുത്ത യൂണിറ്റ് പറയുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെ പറ്റിയാണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ നമ്പർ സീരീസ്, കോഡ്സ്, റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള നമ്പർ സീരീസോ ലെറ്റർ സീരീസോ ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതി ചോദിക്കാറുണ്ട്. അതേപോലെ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇവ 3 ഒക്കെ വരുവാണെങ്കിൽ നോർമലി ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും. ആൻഡ് റീസെന്റ് ടൈംസിൽ കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് ആസ്പിറൻസിന് മാത്തമാറ്റിക്കൽ ഏരിയ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ റേഷ്യൂസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫ്രം സർക്കിളുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ക്യൂബുമായി ബന്ധപ്പെട്ടു, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സിലിണ്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കാണുന്ന ട്രെൻഡ് പ്രകാരം അത്തരം ക്വസ്റ്റ്യൻസ് കൂടി വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു 3 ക്വസ്റ്റ്യൻസ് നോർമലി ഈസി ആയിരിക്കും. 2 ക്വസ്റ്റ്യൻസ് ടഫായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ 3 മാസത്തെ സ്ട്രാറ്റജിയിലാണ് പോകുന്നതെങ്കിൽ ഡെയിലി ബേസിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം. ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുക്കുക. 5 ക്വസ്റ്റ്യൻസ് ഒക്കെ റാൻഡംലി എടുത്ത് ചെയ്തു നോക്കുകയാണെങ്കിലും മാത്തമാറ്റിക്കൽ റീസണിങ് ഈസി ആക്കി എടുക്കാം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ജൂൺ എക്സാമിനേഷനിലാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി മാത്തമാറ്റിക്കൽ റീസണിങ് നമ്മുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് വരണം. റെഗുലർലി ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വരിക. പിന്നെ ഉള്ളത് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് പേരിൽ മാത്രമേ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുള്ളൂ. ലോജിക്കൽ റീസണിങ്ങിൽ ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമാക്കാവുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. അവിടെ ഒരു ആഡഡ് ആയിട്ട് പറയാൻ വേണ്ടി, എക്സാം എഴുതുന്ന 90% ആളുകളും പ്രിപ്പയർ ചെയ്യാത്തൊരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അധികം എഫർട്ട് കൊടുക്കാത്തൊരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. ഇവിടെ ആർഗ്യുമെന്റ്സിന്റെ സ്ട്രക്ചേഴ്സിനെ പറ്റി മനസ്സിലാക്കണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സിനെ പറ്റി മനസ്സിലാക്കണം, ദെൻ വാട്ട് ഈസ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ കൺസെപ്റ്റ് മനസ്സിലാക്കണം, എങ്ങനെയാണ് അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഒരു സിലോജിസം സോൾവ് ചെയ്യുന്നത്, എന്താണ് സിലോജിസം, അങ്ങനെ വെസ്റ്റേൺ ലോജിക്ക് പ്രകാരമുള്ള ബേസിക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ലോജിക്ക് പ്രകാരം ഈ കൺസെപ്റ്റുകൾ എന്താണ്, പ്രമാണാസ് എന്താണ് മനസ്സിലാക്കണം. സോ 6 പ്രമാണാസ് ഉണ്ട്, അവ ഓരോന്നും എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോയാൽ ലിമിറ്റഡ് സിലബസ് കാണുമ്പോൾ വളരെ വാസ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആ ഓരോ ടേംസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ആർഗ്യുമെന്റ് എന്താണെന്ന് പഠിക്കുക. ആർഗ്യുമെന്റ് ഇസ് എ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. കഴിഞ്ഞു. കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആർഗ്യുമെന്റ്. അപ്പൊ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ടൈറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് ഡിഫറെന്റ് ടൈപ്സിലേക്ക് പോവുക. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് അപ്രോച്ചുകളെ പറ്റി നമുക്ക് പഠിക്കാം. Then classical square opposition. All these terms are directly given in the syllabus itself. സിലബസിൽ തന്നെ പറയുന്നുണ്ട് ഈ ഓരോ ടേമുകളും. അപ്പൊ എന്തൊക്കെയാണ് ഈ ടേമുകൾ എന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ സിലബസ് ഏരിയ നമുക്ക് ക്ലവർ ആയിട്ട് ടാക്കിൾ ചെയ്യാം.
സോ ദാറ്റ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നമ്മളുടെ ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഒരു 10 days ഇതിനു വേണ്ടി മാറ്റിവെക്കുക. 10 days എഫേർട്ട് മതിയാവും ലോജിക്കൽ റീസണിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ. അവിടെ ഫാലസീസിനെ പറ്റി പഠിക്കണം. ഫാലസീസിന്റെ ഇന്ത്യൻ വെർഷൻ ആയിട്ടുള്ള ഹേതു ഭാഷാസിനെ പറ്റി പഠിക്കണം. സിലബസ് ചേഞ്ച് വരുവാണെങ്കിൽ ഹേതു ഭാഷ പോകാൻ ചാൻസ് ഉണ്ട്, ഇന്ത്യൻ ലോജിക്ക് ഒഴിവാകാൻ ചാൻസ് ഉണ്ട്. സിലബസ് ചേഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ വർഷവും ഡിസംബർ എക്സാമിനേഷനിൽ സിലബസ് ചേഞ്ച് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, സെയിം രീതിയിൽ തന്നെ പോകാനാണ് ചാൻസ്. സോ ഡിസംബർ എക്സാം ആസ്പയർ ചെയ്യുന്ന എല്ലാവരും ഹേതു ഭാഷാസിനെ പറ്റിയും ഇന്ത്യൻ ലോജിക്കിനെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അതാണ് ലോജിക്കൽ റീസണിങ് ഏരിയ. സിലബസിൽ തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കുകളും വിട്ടുകളയരുത്. ഓരോ ഏരിയയും തിയറിറ്റിക്കലി എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, ICT. ICTയിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതിൽ തന്നെ പറയാനുള്ളത് സൈബർ സെക്യൂരിറ്റീസിനെ പറ്റി, സെക്യൂരിറ്റി കൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കുക. എന്താണ് സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ്, ഫിഷിംഗ് പോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആസ്പിരൻസ് ആണ് കൂടുതലുള്ളത്. ഓർക്കുക, ഫിഷിംഗ് എന്താണ്, അല്ലെങ്കിൽ മറ്റ് സൈബർ ത്രെറ്റ്സിനെ പറ്റി നമ്മളോട് ചോദിക്കാം. അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇരുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ICT. അതേപോലെ ലേണിംഗ് കൺസെപ്റ്റുകൾ, ദെൻ ഇമെയിൽ ആൻഡ് ഇന്റർനെറ്റ് റിലേറ്റഡ് ടേംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാം. കമ്പ്യൂട്ടർ മെമ്മറിയുമായി ബന്ധപ്പെട്ടും സോഫ്റ്റ്വെയർ ടേംസുമായി ബന്ധപ്പെട്ടൊക്കെ ICTയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ICTയിൽ ഓർക്കേണ്ടത്. പിന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ കമ്പാരിറ്റീവ്ലി ഒരു ടഫർ ഏരിയ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. ഒരു തവണ മാത്രമാണ് പൈ ഡയഗ്രം ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചോദിച്ചത്. അതിൽ ഓർക്കുക, ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആയാലും ഡയറക്ട്ലി നമുക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. കോംപ്ലിക്കേഷൻ കൂടുതലാണ്. ഓക്കെ, ബിക്കോസ് നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ കോളംസ് അഡീഷണൽ ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ടതാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. സോ കൂടുതൽ സമയം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു ഏരിയയാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ഓക്കെ, സോ റെഗുലർലി ഡിസംബർ എക്സാം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എക്സാമിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 30 സെറ്റ്സ് ഓഫ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യുക. 30 എണ്ണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അത് 30 എണ്ണമെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വേണ്ടി നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കളക്ട് ചെയ്യുക. മിനിമം ഒരു 30 സെറ്റ്സ് ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സാമിനേഷന് മുമ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. പിന്നെ വരുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ സാധാരണഗതി ചോദിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് SDG ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 17 ഗോളുകളെ പറ്റിയും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ദെൻ പൊല്യൂഷൻ കൺട്രോൾ, പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ നോയിസ് പൊല്യൂഷൻ, ഇപ്പൊ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത് നോയിസ് പൊല്യൂഷൻ ആണ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട റീസെന്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് നോക്കുക. വാർത്തകളിലൊക്കെ ഇവിടെയാണ് ഒരു കറണ്ട് അഫയേഴ്സ് ടച്ച് വരുന്ന ഒരു ഏരിയ. വാർത്തകളിലൊക്കെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ന്യൂസോ ആർട്ടിക്കിളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഇഫക്റ്റീവ് ആകും. സോ ഇതാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പൊല്യൂഷൻ കൺട്രോൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഇക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ് ബൈ ഗവൺമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അവിടെ കൂടുതലായിട്ട് ഓർക്കേണ്ടത് ഇപ്പോൾ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ഇപ്പോൾ പാരീസ് പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ പോലുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഒക്കെ മനസ്സിലാക്കുക. സിലബസിൽ പറയുന്നുണ്ട് ഇവയെല്ലാം, അവയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ദി ഫൈനൽ ടോപ്പിക് ഈസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ NEPക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പാസ്സാക്കിയിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നു. ആ ഡോക്യുമെന്റിനകത്ത് പറയുന്ന വേർഡ്സ് ഉൾപ്പെടെ. ലാസ്റ്റ് ഇയർ ഐ സോ വൺ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, NEPയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? NEPയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം മാത്രം മെൻഷൻ ചെയ്തിട്ടില്ല. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര കൃത്യമായിട്ടുള്ള ഒരു പഠനം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. പുതിയ റെഗുലേറ്റീവ്സ് ആരൊക്കെയാണ്, ആൻഡ് അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മാച്ച് ദി ഫോളോയിങ് ഒക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ലോസ്, അത് NEP ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ദെൻ
ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി, UGC, AICT പോലുള്ള പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് മാറി പുതുതായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനെപ്പറ്റിയുള്ള അവയർനെസ് കൃത്യമായിട്ട് നമുക്ക് വേണം. Then ancient universities, reforms in education and commissions relating to education. എന്തൊക്കെ റിഫോംസ് ആണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ വന്നിട്ടുള്ളത്? ഡിഫറെന്റ് കമ്മീഷൻസ്, ഇപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ പറ്റിയൊക്കെയുള്ള അവയർനെസ് നമുക്ക് അവിടെ ആവശ്യമാണ്. സോ സിലബസിനെ പറ്റി നമ്മളൊന്ന് ബ്രീഫ്ലി പറഞ്ഞു. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് ഒക്കെ ഐ ഹോപ്പ് യു വിൽ കമന്റ് റൈറ്റ്. ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇനി സിലബസ് എന്താണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷനിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന് ടൈമാണ്. അതായത് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നമുക്ക് 2 സബ്ജക്റ്റുകൾക്കും ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം. 2 സബ്ജക്ട് എന്ന് പറയുന്നത് 2 പേപ്പറുകൾക്കും, പേപ്പർ 1ഉം പേപ്പർ 2നും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. മാർക്സ് നോക്കുകയാണെങ്കിൽ പേപ്പർ 1 100 മാർക്സ് ആണ്, പേപ്പർ 2 200 മാർക്സ് ആണ്. പക്ഷേ പേപ്പർ 1ന് നമുക്ക് 60 എബോ അല്ലെങ്കിൽ 70 എബോ സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ്. ബിക്കോസ് പേപ്പർ 1ന് ഇപ്പോൾ ഒരു 76 നമ്മൾ സ്കോർ ചെയ്തെന്ന് വിചാരിക്കാം. 76 എന്ന് പറഞ്ഞാൽ 38 റൈറ്റ് ആൻസേഴ്സ് ആണ്, 38 റൈറ്റ് ആൻസർ. 50ൽ 38 റൈറ്റ് ആൻസർ സാധാരണഗതിയിൽ സാധിക്കും. നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റഡ് സിലബസ് മാത്രമേ ഉള്ളൂ, സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 38 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് നേടാം. പേപ്പർ 2ൽ നമുക്ക് അത്രയും കുറവ് മാർക്ക് മേടിച്ചാൽ മതി. എഫേർട്ട് പേപ്പർ 2ൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. നോക്കുകയാണെങ്കിൽ പേപ്പർ 2ൽ ഒരു നമ്മുടെ കട്ട് ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് 184 ആണെങ്കിൽ പേപ്പർ 1ൽ തന്നെ നമ്മൾ 74 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി സ്കോർ 110 മതിയാകും. 110 എന്ന് പറഞ്ഞാൽ 55% ആണ്. 55% മാർക്സ് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് പേപ്പർ 2 ക്ലിയർ ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അവിടെയൊക്കെയാണ് നമുക്ക് പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആവുന്നത്. പേപ്പർ 1ൽ എത്രമാത്രം ഹൈ സ്കോർ നമ്മൾ എടുക്കുന്നുണ്ടോ അത്രയും റിലാക്സേഷൻ നമുക്ക് പേപ്പർ 2ൽ കിട്ടും. ഓക്കെ, ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ടൈം മാനേജ്മെന്റ് ഓർക്കേണ്ടത് 2 പാർട്ടുകളും ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ പേപ്പർ ആയാലും പേപ്പർ 2 ആയാലും ജനറൽ പേപ്പറിന് വേണ്ടി ഡിസംബർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1.5 അവർ എങ്കിലും ഡെയിലി മാറ്റി വയ്ക്കുക, പ്രിപ്പയർ ചെയ്യാം നല്ലവണ്ണം. 1.5 അവറിനിടയിൽ നിങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് നടപ്പിലാക്കണം. ലൈക്ക് റെഗുലർലി യു വിൽ ഹാവ് ടു ഡു മാത്തമാറ്റിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ്, റെഗുലർലി ചെയ്യുക. അതേപോലെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ ഒരു 30 ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ആ 30 ക്വസ്റ്റ്യൻസിലെ ഏതൊക്കെ വീക്കുകളിൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും പ്ലാൻ ചെയ്യുക. കൃത്യമായിട്ടൊരു ആക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാവണം. അതേപോലെ തന്നെ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് വീക്കിലി വൺസ് എങ്കിലും റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതെല്ലാം നമ്മുടെ സ്പീഡ് കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രീവിയസ് പേപ്പേഴ്സ്. ഓൾവേസ് ബെറ്റർ ടു അറ്റൻഡ് മോക്ക് ടെസ്റ്റ്. റെഗുലർലി അറ്റൻഡ് ചെയ്യുക. വീക്കിലി വൺസ് എങ്കിലും മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണെങ്കിൽ അത് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ യു നീഡ് ടു റിമെമ്പർ പ്രീവിയസ് പേപ്പേഴ്സ് ഈ ഒരു എക്സാമിനേഷന് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല, എന്നാൽ സിമിലർ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കും. സെയിം ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരിക്കും, പക്ഷെ സിമിലർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയെ പറ്റിയാണ്. ആ ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന മറ്റൊരു ടീച്ചിങ് സ്ട്രാറ്റജിയെ പറ്റി അടുത്ത വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സോ whenever you are going through one PYQ, previous year question ചെക്ക് ചെയ്യുമ്പോൾ ഓർക്കുക, തന്നിരിക്കുന്ന ഓപ്ഷനുകളുടെ എല്ലാം എക്സ്പ്ലനേഷനും കൺസെപ്റ്റും നമ്മൾ പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് us. ഡെഫിനറ്റ്ലി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാവും. പിന്നെ ഉള്ളത് പറയാൻ ഇവിടെ നിങ്ങൾക്ക് സജഷൻ ആയിട്ട് പറയാവുന്നത് പേപ്പർ 1ൽ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് KVS മാധന്റെ ടെസ്റ്റാണ്. KVS മാധൻ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നല്ല ഒരു കംപ്ലീറ്റ് കവറേജ്, ഏതാണ്ട് 90% കവറേജ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിനകത്തും ഫാലസീസ് ഒക്കെ വരുമ്പോൾ കുറച്ച് മിസ്സിംഗ് ഉണ്ട്. അത് ഇന്ത്യൻ ലോജിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസിലൊക്കെ മിസ്സിംഗ് ഉണ്ട്. അതെല്ലാം നമുക്ക് ക്ലാസ് റൂമുകളൊക്കെ വഴി കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ ഓർക്കുക, ഏറ്റവും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ല ബുക്ക് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബൈ KVS മാധനാണ്. ഓക്കെ, അതേപോലെ ട്രൂമാൻ പബ്ലിക്കേഷന്റെ അർഹിന്ദിന്റെ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എനിവേ എന്നെ സംബന്ധിച്ച് കംപ്ലീറ്റ് കവറേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന മെറ്റീരിയൽ KVS മാധന്റെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, നൗ ഇതോടൊപ്പം പ്രിപ്പറേഷനിൽ ഓർക്കേണ്ടത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലേണിംഗ് ആൻഡ് ലീവിങ് ദാറ്റ്. അത് ആ ഒരു കൺസെപ്റ്റ് അല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്?
റെഗുലർലി ഒരു തവണ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി എങ്കിലും ആ ഏരിയയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകും. ഒരു റിവിഷൻ ഉണ്ടാവണം. പേപ്പർ 1 ടോപ്പിക്സ് പലപ്പോഴും നമ്മൾ വിട്ടു. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആയാലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും തിയറിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇവിടെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഇസ് ദർ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദർ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇസ് ദർ. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ തിയറിറ്റിക്കൽ പേപ്പേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വീക്കിലി റിവൈസ് ചെയ്യാം. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഒക്കെ നമ്മൾ റെഗുലർലി ചെയ്തു പോകുന്ന രീതിയിലാണ്. എന്നാൽ തിയറിറ്റിക്കൽ പേപ്പർ റിവിഷൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. റെഗുലർലി അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി സ്ട്രാറ്റജീസ്. എന്തൊക്കെയാ പറയാൻ പറ്റുക? ടൈം മാനേജ്മെന്റിൽ എഫിഷ്യന്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ടത് ഇതാണ്: എല്ലാ സബ്ജക്റ്റുകൾക്കും വേണ്ടി സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം നമ്മുടെ മുമ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. അത് പേപ്പർ 1 10 ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും തന്നെ അവോയ്ഡ് ചെയ്യാനില്ല. ആ ടോപ്പിക്കുകളിൽ കൂടുതൽ സമയം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഏരിയാസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലുള്ള ഏരിയാസ് ആണ്. അതിനുവേണ്ടി കൂടുതൽ ടൈം മാറ്റി വയ്ക്കുക. മാത്തമാറ്റിക്കൽ റീസണിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ നമ്മൾ എഫർട്ട് കൊടുക്കേണ്ടതുണ്ട്. തിയറിറ്റിക്കൽ പേപ്പേഴ്സ് റിവിഷനിലൂടെ കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇനി പറയാനുള്ളത് നോർമലി കമ്മിറ്റ് ചെയ്ത് കാണുന്ന ചില മിസ്റ്റേക്സ് ആണ്. പേപ്പർ 2 ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സാധാരണഗതിയിൽ കാണാറുണ്ട്. പേപ്പർ 2 കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ പേപ്പർ 1 സാധാരണ ഒരു മറന്നു പോകാറുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ പേപ്പർ 1 100 മാർക്സിനുള്ളൂ, പേപ്പർ 2 200 മാർക്സിനുണ്ട്. സോ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം എന്ന് വിചാരിക്കരുത്. രണ്ട് രീതിക്കും ഈക്വൽ വെയിറ്റേജ് കൊടുക്കാം. ബിക്കോസ് പേപ്പർ 1 എത്ര കൂടുതൽ സ്കോർ ചെയ്യുന്നുണ്ടോ അവർ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. സോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പേപ്പർ 1 നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 70 ആയിരിക്കണം. ഇതാണ് നമ്മുടെ മിനിമം ടാർഗറ്റ്. 70 എങ്കിലും സ്കോർ ചെയ്യുക. ദാറ്റ് ഈസ് 35 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ആവശ്യമാണ്. 35 റൈറ്റ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ 15 റോങ് ആൻസേഴ്സ് ആകാം. 50-ൽ 15 റോങ് ആൻസേഴ്സ് ആകാം. ദാറ്റ് ഈസ് ഫൈൻ. 35 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് വേണം. യു വിൽ ഗെറ്റ് 70 കിട്ടുന്ന ഒരാൾ നോർമൽ സിറ്റുവേഷനിൽ ക്വാളിഫൈ ചെയ്യാനാണ് ചാൻസ്. അല്ലെങ്കിൽ അത്രയും വലിയ ബ്ലണ്ടേഴ്സ് പേപ്പർ 2 കമ്മിറ്റ് ചെയ്യണം. അതർവൈസ് സാധാരണഗതിയിൽ പേപ്പർ 1 ക്വാളിഫൈ ചെയ്യും. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ റെഗുലർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. സാധാരണഗതി കമ്മിറ്റ് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഓവർ റിലൈങ് ഓൺ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി. അവസാന ടൈമിൽ എല്ലാം കൂടി പഠിച്ചെടുക്കാമെന്നൊരു ശ്രമം സാധാരണഗതിയിൽ ആസ്പിരൻസ് നടത്താറുണ്ട്. ഓർക്കുക, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. 3 months പ്രിപ്പറേഷൻ ആയാലും 6 months പ്രിപ്പറേഷൻ ആയാലും റെഗുലർലി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനേഷൻ ടാക്കിൾ ചെയ്യാൻ സാധിക്കൂ. അതിനുവേണ്ടി ആസ് ഐ സെഡ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണം. മീൻസ് ഒരു ടൈം ടേബിൾ നമ്മുടെ ഉണ്ടാവണം. എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏത് ടൈമിലാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രീ പ്ലാൻ ചെയ്യുക. അത് ഓരോരുത്തരുടെയും കൺവീനിയൻസ് അനുസരിച്ചാണ്. അവിടെയും ഓർക്കേണ്ടത് ആസ് ഐ സെഡ് ഡേറ്റ ഇന്റർപ്രിറ്റേഷന് വേണ്ടി 30 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സാമിന് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടാവണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ദെൻ അതേപോലെ റീഡിംഗ് കോമ്പിനേഷൻ വീക്കിലി വൺസ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറപ്പിക്കുക. മാത്തമാറ്റിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് ചെയ്തു പോയാൽ മതി. അതും റെഗുലർ ആയിട്ട് ചെയ്യുക. ഡെയിലി മാത്തമാറ്റിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതേപോലെ തിയറിറ്റിക്കൽ ടോപ്പിക്സ് കവർ ചെയ്ത് പോകുമ്പോൾ അത് റിവൈസ് ചെയ്യുക, വീക്കിലി റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രാറ്റജി, റെഗുലർ ബേസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആവശ്യം. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി നമുക്ക് ആവശ്യമില്ല, അവോയ്ഡ് ചെയ്യാം. ദെൻ പ്രാക്ടീസ് ചെയ്യുക. ആസ് ഐ സെഡ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് മോക്ക് ടെസ്റ്റുകളെ പറ്റി പറഞ്ഞത്. മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ ബിഗ് ലേണിംഗ് ആയാലും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. റെഗുലർലി അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ പ്രിപ്പറേഷൻ ഈസി ആക്കാൻ സാധിക്കും. പിന്നെയുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് പേപ്പർ 2 മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇഗ്നോർ ചെയ്യുന്നു. പേപ്പർ 1 സിഗ്നിഫിക്കൻസ് ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത്. 70+ നമുക്ക് ഇവിടെ സ്കോർ ചെയ്തേ പറ്റൂ. ആൻഡ് ടൈം മാനേജ്മെന്റ് ഇൻ എക്സാമിലേക്ക് വരുമ്പോൾ പല ആളുകളും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം അത് പേപ്പർ 2 ബന്ധപ്പെട്ടതല്ല. പേപ്പർ 2 ചെയ്യാൻ വേണ്ടി ആളുകളുടെ സമയമുണ്ട്, പക്ഷെ പേപ്പർ 1 ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് സമയം കിട്ടാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1 വേണ്ടി നമുക്ക് സാധാരണ അലോട്ട് ചെയ്യപ്പെടുന്ന ടൈം 1 hour ആണ്. പേപ്പർ 2 2 hours, ടോട്ടൽ 3 hour. അതിനെ ഇപ്പൊ കമ്പൈൻ ചെയ്തുകൊണ്ട് 3 hour എന്നുള്ള രീതിയിലാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുക, പേപ്പർ 1 വേണ്ടി നമുക്ക് ഒരു 1 hour and 15 minutes വരെ സ്പെൻഡ് ചെയ്യാം. അത് നമ്മൾ ഒരു കാരണവശാലും പേപ്പർ 2 കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1 ഒരു കാരണവശാലും ഈ തന്നിരിക്കുന്ന 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്ര ഈസി അല്ല. അപ്പൊ പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കാം. അത്രയും വേഗതയിൽ നിങ്ങൾക്ക് പേപ്പർ 2 ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ ഈ 1 മണിക്കൂർ 15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഓർക്കുക,
കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഒന്ന് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, 2 മാത്തമാറ്റിക്കൽ റീസണിങ്, 3 റീഡിങ് കോംപ്രിഹെൻഷൻ. ഈ 3 ഏരിയാസിനാണ് നമ്മളുടെ ടൈം കൺസ്യൂം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് സമയം കളയാൻ ചാൻസ് ഉണ്ട്. ഇതിന് ടൈം നമ്മൾ ലിമിറ്റ് ചെയ്യുക. എനിവേ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ടോട്ടൽ 1 hour and 15 minutes ഉണ്ടെങ്കിലും ഇവ 3 കൂടി കൂട്ടി മാക്സിമം ഒരു 35 minutesനുള്ളിൽ നമ്മൾ ചെയ്ത് കഴിയണം. ബിക്കോസ് ഇവ 3 കൂട്ടിയാലും ആകെ മാർക്സ് എത്രയുണ്ട്? 5 + 5 + 5 ദാറ്റ് ഈസ് 15. 30 മാർക്സേ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയ ആണ് 70 മാർക്സ് ഉള്ളത്. ഓക്കെ, സോ 35 minutesനുള്ളിൽ തന്നെ ഉള്ളിലെങ്കിലും 30 minutes മതി. 30 minutesനുള്ളിലെങ്കിലും ഇവ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ലാസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. സമയം ഒരുപാട് കളയാനുള്ള ചാൻസസ് ഉണ്ട്. ഏറ്റവും അവസാനം ഒരു 30 minutes ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, സോ ടൈം മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പേപ്പർ 1 വേണ്ടി 1 hour and 15 minutes വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. പേപ്പർ 2 വേണ്ടി ബാക്കിയുള്ള ടൈം 1 hour and 45 minutes കൊണ്ട് പേപ്പർ 2 ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ പ്രാക്ടീസിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഈ ഒരു രീതിയിൽ നമ്മൾ എക്സാം എഴുതണമെങ്കിൽ പ്രാക്ടീസ് ടൈമിലും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യണം. അതായത് പേപ്പർ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ് ഏറ്റവും ടൈം കൺസ്യൂം ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്യുമ്പോഴും ഒരുപാട് ടൈം ആൻസർ ചെയ്യാൻ വേണ്ടി വയ്ക്കരുത്. ഒരു ടൈമർ വയ്ക്കുക. 20 minutesനുള്ളിൽ തീർക്കാവുന്ന രീതിയിൽ ആദ്യം ഇനീഷ്യലി നിങ്ങൾ ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാം ആൻസർ കണ്ടുപിടിക്കുന്നവരെ ശ്രമിക്കാം. ഒരു 5 ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ കഴിയുമ്പോൾ 20 minutes പ്ലാൻ വെക്കുക. ദെൻ വീണ്ടും 5 എണ്ണം ഒക്കെ കഴിയും, ഒരു 10 എണ്ണം 15 എണ്ണം ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടൈം മിനിമം ആക്കാനുള്ള ശ്രമമായിരിക്കണം. കാൽക്കുലേഷൻ സ്പീഡ് ആക്കണം. എത്രമാത്രം വേഗത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലത്. അപ്പോൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഉള്ളൂ. അപ്പൊ ഈ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ കമ്പ്യൂട്ടേഷൻ, ഈ പറഞ്ഞ ഏരിയാസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്കത് അഡ്വാൻറ്റേജ് ആവും. അപ്പൊ അതിനു വേണ്ടിയുള്ള എഫേർട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ എടുക്കേണ്ടത്. പ്രിപ്പയർ ചെയ്യുമ്പോഴും ടൈം സെറ്റ് ചെയ്യുക, ടൈമർ വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഇപ്പൊ മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും ആ 1 hourനുള്ളിൽ തീർക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ടോപ്പിക്സ് നമ്മളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. 10 ടോപ്പിക്കുകളുണ്ട്. ഈ 10 ടോപ്പിക്കുകളെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് നമ്മളുടെ സ്ട്രോങ് ഹോൾഡ്. ആ സ്ട്രോങ് ഹോൾഡ് ഏരിയക്ക് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ്ട. ബിക്കോസ് ഇപ്പോ ലോജിക്കൽ റീസണിങ് ഏരിയ എന്റെ സ്ട്രോങ് ഹോൾഡ് ആണെങ്കിൽ പിന്നീട് നമ്മൾ ഒരു 2 weeks ഒരിക്കൽ മാത്രം ആ ഒരു സബ്ജക്റ്റിലേക്ക് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ രീതിയിലായിരിക്കണം. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സ്ട്രോങ് ഹോൾഡ്, മോഡറേറ്റ് സോൺ, വീക്ക് സോൺ. സ്ട്രോങ് ആയിട്ടുള്ള ഏരിയക്ക് വേണ്ടി നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ ഒരു 20% ടൈം മാത്രം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. മോഡറേറ്റ് ഏരിയാസിന് വേണ്ടി നമ്മൾ ഒരു 30 to 35% ടൈം സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ള ടൈം പൂർണ്ണമായിട്ട് എന്തിലേക്ക് സ്പെൻഡ് ചെയ്യണം? നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് വീക്ക് ഏരിയാസിനെ മോഡറേറ്റ് ആക്കി മാറ്റാനായിരിക്കണം. വീക്ക് സോൺസിനെ മോഡറേറ്റ് ആക്കാൻ വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുക. ബിക്കോസ് ഇവിടെ ഒരു സബ്ജക്ട് ഏരിയ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു കാരണവശാലും UGC നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് തന്നിരിക്കുന്ന 10 ടോപ്പിക്കുകളിൽ നിന്നും 30 സ്കോർ ചെയ്യണമെങ്കിൽ 3 മാർക്ക് വെച്ച് 3 റൈറ്റ് ആൻസേഴ്സ് എല്ലാ ഏരിയയിലും വേണ്ടേ? അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഏരിയയ്ക്കും സിഗ്നിഫിക്കൻസ് കൊടുക്കുക. ഓരോ ഏരിയയ്ക്കും നമ്മളുടേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്രിപ്പറേഷനകത്ത് നമ്മൾ അതിനെ മോഡറേറ്റ് ആക്കിയും സ്ട്രോങ് ആയിട്ടും വീക്ക് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും വീക്ക് സോൺസ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസിനെ നമ്മൾ സ്ട്രോങ് ഹോൾഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എങ്ങനെ നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഇതാണ് എന്റെ വീക്ക് ഏരിയ, ഇതാണ് എന്റെ സ്ട്രോങ് ഏരിയ, ഇതാണ് എന്റെ മോഡറേറ്റ് ഏരിയ. ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യുവർ മോക്ക് ടെസ്റ്റ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആ മോക്ക് ടെസ്റ്റിലെ സ്കോർ അനുസരിച്ചുകൊണ്ട്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് സ്കോർ കണ്ട് വിട്ട് കളയാന്ന് പറയുന്ന കാര്യമല്ല. മോക്ക് ടെസ്റ്റിലെ സ്കോർ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്ന ഏരിയ നമ്മുടെ സ്ട്രോങ് ഹോൾഡ് തന്നെയാണ്. ഒരു ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ നമ്മൾ 5 out of 5 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ സ്ട്രോങ് ഹോൾഡ്. ഓക്കെ, പിന്നെ അതിനകത്തേക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ എവിടെയാണോ നിങ്ങൾ 1 out of 5 സ്കോർ ചെയ്തത് അല്ലെങ്കിൽ 2 out of 5 സ്കോർ ചെയ്തത് ആ ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഷുഡ് ബി ബേസ്ഡ് ഓൺ മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയാനുള്ള മറ്റൊരു റീസൺ അതാണ്. ഓക്കെ, ദെൻ മോക്ക് ടെസ്റ്റ്
നമ്മുടെ ആ ഒരു ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അതേപോലെ നമ്മുടെ സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഈ മോക്ക് ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്രിയേറ്റ് എ ഡെയിലി ഷെഡ്യൂൾ. റെഗുലർ ആയിട്ടുള്ള ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. അത് പേപ്പർ 1 മാത്രമല്ല പേപ്പർ 2 വേണ്ടി നമുക്ക് ആവശ്യമാണ്. ട്രൈ ടു ഡു ഇറ്റ് വീക്ക്ലി. നമുക്ക് അടുത്തൊരു ആഴ്ചയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇന്ന സബ്ജക്റ്റുകളായിരിക്കും, ഇന്ന ടൈമിലായിരിക്കും, അങ്ങനെ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ആ വീക്ക്ലി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല അത് നമ്മൾ ഫോളോയും ചെയ്യണം. പല ആളുകളും ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ നല്ല എഫിഷ്യന്റ് ആയിരിക്കും, പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഫോളോയിങ് അവിടെയാണ് നമ്മൾ വീക്കായിട്ട് മാറുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഈ തന്നിരിക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷെഡ്യൂൾ നമ്മളുടേതായ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള 100% എഫേർട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ഡെയിലി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി നിങ്ങൾ ഓർക്കുക, സക്സസ്ഫുൾ ആകണമെങ്കിൽ ഈ എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ചെയ്യണം. JRF വേണം, നെറ്റ് വേണം. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ഓർക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഓരോ ഏരിയയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പേപ്പർ 1 പേപ്പർ 2 രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പേപ്പർ 1 വന്നു കഴിഞ്ഞാൽ 10 ടോപ്പിക്കുകളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ ഒരു ടോപ്പിക്കുകളും വിട്ടുകളയരുത്. എല്ലാ ടോപ്പിക്കുകളുടെയും ഏത് ടൈമിൽ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചേക്കുക. ദെൻ റെഗുലർ പ്രാക്ടീസ് ഇസ് റെലവെന്റ്. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. അങ്ങനെ ഓർത്തേക്കണം. റെഗുലർ പ്രാക്ടീസ് ഇസ് റെലവെന്റ്. മാത്തമാറ്റിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഏരിയാസിന് വേണ്ടി പ്രത്യേകം പറയുകയാണ് റെഗുലർലി പ്രാക്ടീസ്. പിന്നെ ഉള്ളത്, നമ്മൾ സാധാരണഗതി കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആ മിസ്റ്റേക്കുകൾ ഒരു കാരണവശാലും ഈ പ്രിപ്പറേഷനകത്ത് കമ്മിറ്റ് ചെയ്യരുത്. ഓക്കെ, പേപ്പർ 1 മാത്രമല്ല പേപ്പർ 2 ഇമ്പോർട്ടന്റ് ആണ്, പേപ്പർ 2 മാത്രമല്ല പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആണ്. സോ രണ്ടിനും വെയിറ്റേജ് ഈക്വലി കൊടുക്കുക. ദെൻ ചില സബ്ജക്റ്റുകൾ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് കാണുമ്പോൾ അത് ഒഴിവാക്കി വിടുന്ന ഒരു രീതിയുണ്ട്. അതും നല്ലതല്ല. ബിക്കോസ് ഓൾ ടോപ്പിക്സ് ആർ റെലവെന്റ് ഫോർ us. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക് ഒഴിവാക്കിയിട്ട് ഈ എക്സാമിനേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഫൈനലി മോക്ക് ടെസ്റ്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ഈ 4 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സാമിനേഷൻ ഡെഫിനറ്റ് ആയിട്ടും ക്ലിയർ ചെയ്തിരിക്കും. ഓക്കെ, സോ നൗ എന്താണ് ഈ എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു. എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഐ വാണ്ട് ടു ഹിയർ ഫ്രം യു. നിങ്ങളുടെ ഡൗട്ട്സ്, ക്വറീസ് അത് സോൾവ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് വേണം, ബിക്കോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടേതായ സംശയങ്ങളിൽ നിന്ന് വേണം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. യെസ് പ്ലീസ്. ഇത്തവണത്തെ എക്സാം എന്ന് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് മേ ബി ജാനുവരി ആയിരിക്കാം. ബിക്കോസ് ഒരു തവണ എക്സാം മാറ്റി വെച്ചത് കൊണ്ട് ഒരു ഡിലേ ഉണ്ടാകും. ജാനുവരി നടത്താൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് സോഴ്സുകൾ പ്രകാരം അറിയാൻ സാധിച്ചത്. ബിക്കോസ് അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എക്സാമിനേഷൻ അത് ബാധിക്കും. സോ ജാനുവരി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബറിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസംബർ എക്സാമിനേഷനിലേക്ക് നമ്മുടെ മുമ്പിൽ ഇനി ഡിസംബർ എക്സാം നടക്കുകയാണെങ്കിൽ എനിവേ നമ്മുടെ മുമ്പിൽ 120 ദിവസങ്ങളൊക്കെ ഉള്ളൂ. അതിനിടയിലും പ്രിപ്പറേഷൻ നല്ല എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകണം. വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇത് പറ്റുമോ? തീർച്ചയായും പറ്റും. ബിക്കോസ് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്ന ഒരു ഭൂരിഭാഗവും വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെയാണ്. ബിക്കോസ് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്തെന്നിരിക്കില്ല പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ എന്തായാലും ജോലി ചെയ്യണം. ജോലി ചെയ്യുന്ന ടൈമിൽ ഒരു 1 hour മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ 1 hour 1.5 hour കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷൻ ആണ് നെറ്റ് എക്സാം. അതിൽ കൂടുതൽ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് സാധിക്കും. More questions? ഹലോ സാർ, കേൾക്കാമോ? യാ, കേൾക്കാം, പറഞ്ഞു. സാർ സാർ PhD കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, പറയൂ. ഇപ്പോ നമ്മുടെ കോളേജ് പ്രൊഫസറിന്റെ ഒരു ക്വാളിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് PhD മാൻഡേറ്ററി ആക്കിയിട്ടില്ലേ? നിലവിൽ നെറ്റ് ഉള്ളവർക്കും കോളേജ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാം.
റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നെറ്റ് ഇല്ലാത്ത ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് നെറ്റ് കമ്പൽസറി ആണ് അല്ലേ? നെറ്റും PhD കമ്പൽസറി ആണ് നിലവിൽ. ഞാൻ പറഞ്ഞത് ഇപ്പോ മുമ്പ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ചില കേസുകൾ പോവുകയും അതിനുശേഷം നെറ്റ് മതി, അതേപോലെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ വഴിയും ജോയിൻ ചെയ്യാമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് വന്നിരുന്നു. ഓക്കെ, അത് പിന്നീട് ഇനി വരുന്ന ടൈമിൽ അത് PhD ആയി മാറുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് നെറ്റ് മതി. ഓക്കെ, ഓർക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷൻ, നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് 2024 ഡിസംബറിലെ ബാച്ചുകൾ ഏണസ്റ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബിഗ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസോ എന്തെങ്കിലും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാമോ സർ? ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അവര് നിങ്ങൾക്ക് ഷെയർ ചെയ്യും, റൈറ്റ്? ഓക്കെ. കോർഡിനേറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. കോർഡിനേറ്റേഴ്സ് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ സർ. സിലബസുമായി ബന്ധപ്പെട്ടോ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ശരി, ഓക്കെ. ഷാൽ ഐ വൈൻഡ് അപ്പ്? ഓക്കെ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ഈ ഒരു ഷോർട്ട് സെക്ഷനിലൂടെ പറയാൻ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സർ.